നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സിനിമകളിലെ മറ്റ് സിനിമകളിൽ നിന്ന് ഇൻസ്പയർ ആയ ചില സെയിം സീനുകളെ പറ്റിയാണ്. നമുക്കാദ്യം പേര് കേട്ട പഴയ സിനിമകൾ നോക്കാം. ആദ്യത്തെ സിനിമയാണ് 96-ൽ പുറത്തിറങ്ങിയ കമൽ ഹാസൻ സിനിമയായ അവൈ സന്മുഖി. ഈ സിനിമയുടെ കഥ എന്തെന്നാൽ, സിനിമയിലെ നായകൻ ഭാര്യയുമായി ഡൈവോഴ്സായി. ഇദ്ദേഹത്തിന് ഒരു മകളുണ്ട്. മകൾ അമ്മയോടൊപ്പം കഴിയട്ടെ എന്നാണ് കോടതി വിധി വന്നത്. മകളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനും ഭാര്യയുടെ മനസ്സ് മാറ്റാനും വേണ്ടി ഹീറോ ഒരു വേലക്കാരിയുടെ വേഷം കിട്ടി മകളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തു. ഇതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി ലൈൻ. എന്നാൽ ഈ സെയിം സിനിമ മറ്റൊരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് 3 വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ മിസ്സിസ് ഡൗട്ട് ഫയർ എന്ന റോബ് വില്യംസ് നായകനായ ഹോളിവുഡ് സിനിമ. ഇദ്ദേഹത്തിന്റെ ഒരുപാട് സിനിമകൾ നമ്മൾ കൊച്ചു ടിവിയിൽ കണ്ടിട്ടുണ്ട്. I hope you are using jungle rape because that is the only color I love. Matches your lips. ഈ ഒരു സിനിമയുടെ സെയിം സ്റ്റോറിയാണ് സന്മുഖി സിനിമയ്ക്കുമുള്ളത്. 2 സിനിമയും ഒരു കോമഡി ഫാമിലി സിനിമയാണ്. അടുത്ത സിനിമയാണ് എന്തിരൻ സിനിമ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്തിരൻ സിനിമയുടെ സീനുകൾ ഇൻസ്പയർ ആയ മറ്റൊരു സിനിമയെ പറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു സിനിമ എന്തിരൻ സിനിമയുടെ സ്റ്റോറി ഇൻസ്പയർ ആയ സിനിമയാണ്. എന്തിരൻ സിനിമ 2010-ലാണ് പുറത്തിറങ്ങിയത്. ആ വർഷത്തെ തന്നെ ഏറ്റവും വലിയ വിജയമായിരുന്നു എന്തിരൻ. ഈ ഒരു സിനിമയിൽ ഒരു സയന്റിസ്റ്റ് റോബോയെ ക്രിയേറ്റ് ചെയ്യുകയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി റോബോയെ പ്രോഗ്രാം ചെയ്യുകയും ഇങ്ങനെ റോബോ സയന്റിസ്റ്റിന്റെ ലവറെ തന്നെ ലവ് ചെയ്യാനായി ആരംഭിക്കുന്നു. തുടർന്ന് നടക്കുന്ന പ്രശ്നങ്ങളാണ് എന്തിരൻ സിനിമയുടെ സ്റ്റോറി ലൈൻ. എന്നാൽ എന്തിരൻ സിനിമയ്ക്ക് മുമ്പ് 1987-ൽ ഒരു ഹോളിവുഡ് സിനിമ ഇറങ്ങി. മേക്കിംഗ് മിസ്റ്റർ റൈറ്റ് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര്. ഈ ഒരു സിനിമയിൽ സയന്റിസ്റ്റ് ഒരു റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യും. ഈ റോബോട്ടിനാണെങ്കിൽ ഇമോഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ മനുഷ്യന്റെ ഇമോഷൻസ് പഠിപ്പിക്കാനായി സയന്റിസ്റ്റിന്റെ ലവറിനെ ഏൽപ്പിക്കും. അപ്പോൾ റോബോട്ട് പതുക്കെ ഈ ലവറിനെ തന്നെ ലവ് ചെയ്യും. തുടർന്ന് നടക്കുന്ന സംഭവങ്ങളാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി. ഈ സിനിമയിൽ നിന്ന് സ്റ്റോറിയും ഐ റോബോട്ട് സിനിമയിൽ നിന്ന് സീനുകൾ ഇൻസ്പയർ ആയുമാണ് എന്തിരൻ എന്ന സിനിമ എടുത്തത്. സിമ്പിളാ കേക്കറേൻ 24157817 ഫിബൊനാച്ചി നമ്പറാ? I am the Ulysses android developed by Dr. Jeff Peters at Chemtech, and I am here to answer any questions. അടുത്തത് വിജയണ്ണന്റെ ഖുഷി എന്ന സിനിമയാണ്. ഈ സിനിമ പുറത്തിറങ്ങിയത് 2000-ലാണ്. ഈ ഒരു സിനിമയിൽ വിജയണ്ണന്റെ ക്യാരക്ടറിനോട് ജ്യോതികയുടെ ക്യാരക്ടർ ആരാണ് ഫോണിൽ വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ജ്യോതികയെ കൺവിൻസ് ചെയ്യാനായി അമ്മയാണ് വിളിച്ചതെന്ന് പറയും. No, yeah, just try to understand. ഫോണില് ഗീത അതാ യാര്? എന്നോട് അമ്മ. ഈ ഒരു സെയിം സീൻ 70-ൽ പുറത്തിറങ്ങിയ ലവ് സ്റ്റോറി എന്ന ഹോളിവുഡ് സിനിമയുടെ സീനിൽ നിന്ന് ഇൻസ്പയർ ആയതാണ്. പക്ഷേ ഈ ഒരു സിനിമയിൽ പറയുന്നത് അച്ഛനാണ് വിളിച്ചതെന്നാണ്. Yeah, I love you too. Mwah. Goodbye. Jenny, Yeah, who's Phil? my father. അടുത്തത് 2004-ൽ പുറത്തിറങ്ങിയ വിജയണ്ണന്റെ ഗില്ലി എന്ന സിനിമയാണ്. ഈ ഒരു സിനിമയിൽ നായികയെ പാവകൾക്കിടയിൽ ഒളിപ്പിക്കുന്ന ഒരു സീനുണ്ട്. ഇങ്ങനെ ഒരു ഷോട്ട് സിനിമയുടെ ഹിസ്റ്ററിയിൽ തന്നെ ആദ്യമായി വന്നത് 82-ൽ പുറത്തിറങ്ങിയ സ്റ്റീവൻ സ്പിൽബർഗിന്റെ E.T. സിനിമയിലാണ്. ഈ ഒരു E.T. സിനിമയെ ഇൻസ്പയർ ആക്കിക്കൊണ്ട് ബോളിവുഡിൽ ഇറങ്ങിയ സിനിമയാണ് 2003-ൽ പുറത്തിറങ്ങിയ ഹൃതിക് റോഷന്റെ കോയി മിൽ ഗയ എന്ന സിനിമ. ഒരു ത്രെഡ് മാത്രമേ ഇൻസ്പയർ ആയിട്ടുള്ളൂ. കോയി മിൽ ഗയ എന്ന സിനിമ മികച്ചൊരു ഇൻസ്പിറേഷൻ ആണ്. ഈ സിനിമയ്ക്ക് സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഈ സിനിമയിൽ നിന്ന് ക്രിഷ് എന്ന ഒരു മികച്ച സിനിമ ഉണ്ടാക്കി. യൂണീക്ക് കോൺസെപ്റ്റ് ആണ് സിനിമയ്ക്കുള്ളത്. ഈ 2 സിനിമയിൽ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെന്നുള്ളത് ഉറപ്പായി താഴെ കമന്റ് ചെയ്യണം. ക്രിഷ് സിനിമ പലതവണ CNN-ൽ വരുമായിരുന്നു. അതുപോലെ E.T. സിനിമ കൊച്ചു ടിവിയിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായി താഴെ കമന്റ് ചെയ്യണം. അടുത്തത് ഒടിയൻ സിനിമയാണ്. ഒടിയൻ സിനിമയോട് മാച്ച് ആവുന്ന ഒരു സിനിമയാണ് നമ്മൾ പറയാൻ പോകുന്നത്. 2 സിനിമയുടെയും സ്റ്റോറി ഡിഫറെന്റ് ആണ്. എന്നാൽ അവിടെ ഇവിടെയായി ചെറിയൊരു മാച്ചിങ് ഉള്ള സിനിമ. ഒടിയൻ എന്ന സിനിമ ഇനി ഒരു പക്ഷേ മറ്റൊരു ഹോളിവുഡ് സിനിമയിൽ നിന്ന് ഇൻസ്പയർ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ സിനിമ
ആവാനുള്ള ചാൻസ് അല്പം കുറയുമായിരുന്നു. ഈ ഒരു സിനിമയുടെ തുടക്കത്തിൽ ഒരു ക്രിസ്മസ് വീടാണ് കാണിക്കുന്നത്. ഫോറിൻ കൺട്രീസിൽ ക്രിസ്മസ് ആവുമ്പോൾ വലിയൊരു സംഭവമാണ്. എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒത്തുചേരും. അങ്ങനെ ഒരു വീട്ടിൽ വലിയൊരു പാർട്ടി തന്നെ നടത്തും. അങ്ങനെ ഒരു പാർട്ടിയാണ് ഈ ഒരു വീട്ടിൽ നടക്കാൻ പോകുന്നത്. വീട്ടിലെ അമ്മൂമ്മ റിലേറ്റീവ്സ് വരുമ്പോൾ കഴിക്കാനായി ഫുഡെല്ലാം തയ്യാറാക്കുകയാണ്. ശേഷം മുത്തശ്ശിയുടെ മകൻ വരുന്നു, മകന്റെ ഭാര്യ വരുന്നു, കൊച്ചുമോനെയും കാണിക്കുന്നു. ഇവന്റെ പേരാണ് മാക്സ്. ഇവൻ ക്ലാസ്സിൽ തല്ലുണ്ടാക്കിയാണ് വന്നിരിക്കുന്നത്. മുത്തശ്ശി പറയും കുഴപ്പമില്ല, ഇതെല്ലാം നോർമൽ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഐസ് വെച്ച് കൊടുക്കും. പിന്നീട് മാക്സിന്റെ ചേച്ചിയെ കാണിക്കുന്നു. ഇതാണ് ചേച്ചി. ചേച്ചിയുടെ പേര് ബെറ്റി എന്നാണ്. ചേച്ചി അമ്മയുമായി വഴക്കുണ്ടാക്കുകയാണ്. എന്തിനാണ് എല്ലാ ക്രിസ്മസിനും റിലേറ്റീവ്സ് വരുന്നത്? എനിക്കത് തീരെ ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. കുട്ടികൾക്ക് ആർക്കും തന്നെ റിലേറ്റീവ്സിന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അമ്മ പറയും ക്രിസ്മസ് എല്ലാവരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്നതാണ്, എല്ലാരും വരുമെന്ന്. പിന്നീട് കാണിക്കുന്നത് മാക്സിനെയാണ്. മുത്തശ്ശിക്ക് സാന്റാക്ലോസിൽ വിശ്വാസമുണ്ടോ എന്ന് മാക്സ് മുത്തശ്ശിയോട് ചോദിക്കും. അപ്പോൾ മുത്തശ്ശി പറയും ഉറപ്പായും എനിക്ക് സാന്റാക്ലോസിൽ വിശ്വാസമാണ്. നിനക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാന്റാക്ലോസിന് ഒരു ലെറ്റർ എഴുതിയാൽ മതിയെന്ന്. പിന്നീട് കാണിക്കുന്നത് വീണ്ടും മാക്സിന്റെ ചേച്ചിയാണ്. ഇവർ വീഡിയോ കോൾ ചെയ്യുകയാണ്. ചേച്ചി വീഡിയോ കോൾ ചെയ്യുന്നത് ബോയ് ഫ്രണ്ടിനെയാണ്. അവന്റെ വീട് 4 വീട് അപ്പുറമാണ്. അവൻ ക്രിസ്മസ് ആയതുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ചേച്ചിയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ചേച്ചി വരാമെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് വീണ്ടും മാക്സിനെയാണ്. അവൻ സാന്റാക്ലോസിന് ലെറ്റർ എഴുതി തുടങ്ങി. അവൻ എഴുതിയത് ഇങ്ങനെയാണ്: എങ്ങനെയെങ്കിലും ആ റിലേറ്റീവ്സ് വീട്ടിലേക്കേ വരരുതേ എന്നാണ്. എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ ഡോറിൽ ആരോ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ റിലേറ്റീവ്സ് എത്തി. ആദ്യം ഒരു തടിയൻ ചെക്കൻ വന്നു. പിന്നീട് 2 ചേച്ചിമാര് വന്നു. പിന്നീട് വരുന്നതാണ് ഡൊറോത്തി ആന്റി. ഈ ഡൊറോത്തി ആന്റിയെ ആർക്കും ഇഷ്ടമല്ല. കാരണം ഡൊറോത്തി ആന്റി എല്ലാത്തിനും കുറ്റം കണ്ടുപിടിക്കും. പിന്നീട് ഫാമിലിയിൽ ഒരു അങ്കിളും വൈഫും ഉണ്ട്. പിന്നീട് ഒരു ചെറിയ കുട്ടി കൂടി ഫാമിലിയിലുണ്ട്. അങ്ങനെ ഇവർ ഡിന്നർ കഴിക്കാനിരിക്കും. ഡൊറോത്തി ആന്റി കഴിക്കാനിരുന്ന് ഓരോന്നിന്റെയും കുറ്റം പറഞ്ഞു തുടങ്ങും. ആ ചേച്ചിമാരിൽ ഒരാൾ മാക്സിന്റെ ലെറ്റർ എടുത്ത് വായിക്കുകയാണ്. റിലേറ്റീവ്സ് വരല്ലേ എന്ന് സാന്റയ്ക്ക് എഴുതിയ ലെറ്റർ. അത് അവിടെ ഇരുന്നു കൊണ്ട് ഉച്ചത്തിൽ വായിക്കും. ലെറ്റർ തിരിച്ചു തരാൻ പറഞ്ഞുകൊണ്ട് മാക്സും ചേച്ചിമാരും തമ്മിൽ അടിയാവും. മാക്സ് എന്നിട്ട് പറയും ശരിയാണ്, നിങ്ങൾ ആരും വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മാക്സിന്റെ അച്ഛൻ മാക്സിനെ വിളിച്ചോണ്ട് പോകും. നീ എന്തിനാണ് അങ്ങനെയൊക്കെ പറഞ്ഞത് എന്ന് ചോദിക്കും. നമ്മൾ വിചാരിക്കും തെറി പറയാൻ പോകുന്നു. എന്നാൽ മാക്സിന്റെ അച്ഛൻ പറയും ഇവർ വരുന്നത് എനിക്കും ഇഷ്ടമല്ലെന്ന്. പക്ഷെ അവരെ ഇൻസൾട്ട് ചെയ്തത് ശരിയായില്ല എന്ന് പറയും. മാക്സിന് അത് തെറ്റായി പോയി എന്ന് തോന്നുകയും ലെറ്റർ കയറി പുറത്തേക്ക് എറിയും. ലെറ്റർ പുറത്തേക്ക് പോയപ്പോൾ തന്നെ ആകെ മൊത്തം ഇരുട്ടാവും. മാക്സ് പുറത്തേക്ക് നോക്കിയപ്പോൾ ഒരു സ്നോമാന്റെ പ്രതിമ ഇതുവരെ അവിടെ കണ്ടിട്ടില്ല. വീട്ടിൽ കറണ്ടും പോയി. ഈ സമയത്ത് മാക്സിന്റെ ചേച്ചി ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകുവാൻ പേരൻസിനോട് പെർമിഷൻ ചോദിക്കും. പേരൻസ് ഓക്കെ പറയും. അങ്ങനെ ചേച്ചി നടന്നു പോകുമ്പോൾ ഒന്നുകൂടി ഇരുട്ടാവും. ഒരു വീടിന്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ കൊമ്പെല്ലാമുള്ള ഒരു രൂപം നിൽക്കുന്നു. ചേച്ചി അപ്പോൾ തന്നെ അവിടെ നിന്ന് ഓടും. ഈ ഒരു സംഭവം മരങ്ങളുടെ മേലെ കൂടെ ചാടി ചേസ് ചെയ്യും. ഇങ്ങനെ ഒരു സീൻ ഒടിയൻ സിനിമയിലുമുണ്ട്. ബെറ്റി അങ്ങനെ ഓടി ഒരു കാറിന്റെ അടുത്തെത്തും. കാറിലെ ഡ്രൈവറെ നോക്കിയപ്പോൾ ചത്തിരിക്കുന്നു. ബെറ്റി ഓടി കാറിന്റെ അടിയിൽ കയറും. നോക്കിയപ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ്. അത് തുറക്കുമ്പോൾ തന്നെ ബെറ്റിയുടെ ഒരു അലർച്ചയാണ് കേൾക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കട്ട് ചെയ്ത് വീണ്ടും ഫാമിലിയെ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് കറണ്ട് പോയത് എന്നിവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുറത്താ സ്നോമാൻ ഇപ്പോഴും ഉണ്ട്. ബെറ്റി പോയിട്ട് കുറെ സമയമായി. അതുകൊണ്ട് പേരൻസ് എല്ലാം തിരക്കി പോകാൻ പോവുകയാണ്. ഡാഡിയും അങ്കിളുമാണ് പോകുന്നത്. അപ്പോൾ മുത്തശ്ശി ഓടിയൊന്ന് തടയും. ഇപ്പോൾ പുറത്ത് പോകണ്ട എന്ന് പറയും. അപ്പോൾ ഡാഡി മുത്തശ്ശിയോട് ചോദിക്കും എന്ത് പറ്റി മമ്മി, ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. പുറത്ത് ഗ്ലാസ് എല്ലാം പൊട്ടിയ ഒരു ട്രക്ക് കിടക്കുന്നുണ്ട്. ആ ട്രക്കിൽ കുറച്ച് ഗണ്ണുകളുമുണ്ട്. ഇവിടെ എന്തോ സംഭവിച്ചു എന്ന് കരുതി അവിടെ ഉണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഇവർ വീണ്ടും ഫ്രണ്ടിലേക്ക് പോകും. ഇവിടെ വീട്ടിൽ മുകളിലൂടെ ആരോ നടക്കുന്ന ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. എലിയോ പൂച്ചയോ ആയിരിക്കാമെന്ന് കരുതി ഇവർ അത് കാര്യമാക്കില്ല. മുത്തശ്ശിക്ക് എന്തോ ഒരു പേടിയുണ്ട്. പിന്നീട് വീണ്ടും അങ്കിളിനെയും ഡാഡിയെയും കാണിക്കുന്നു. ഇവർ ബോയ് ഫ്രണ്ടിന്റെ വീട്ടിലെത്തി. അവിടെ ആരെയും കാണുന്നില്ല. വീടെല്ലാം തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നു. സാന്റാക്ലോസ് എല്ലാം ഇറങ്ങി വരുന്ന ചിമ്മിനി അത് തകർത്ത് കളഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് ഇവർ ബെറ്റിയുടെ കരച്ചിൽ കേൾക്കും. അങ്ങനെ ഇവർ പുറത്തേക്ക് വരും. പുറത്ത് വന്നപ്പോൾ തന്നെ അങ്കിളിന്റെ കാലിൽ അടിയിലൂടെ വന്ന് ആ ഒരു സംഭവം കാലിൽ കടിക്കും. ഡാഡി പെട്ടെന്ന് ഗണ്ണെടുത്ത് ഷൂട്ട് ചെയ്യും. ആ ഒരു സംഭവം ഓടിപ്പോയി. പിന്നീട് എങ്ങനെയോ വീട്ടിലെത്തി. എന്തോ ഒരു ജീവി കാലിൽ കടിച്ചു. കരടിയാണെന്നാണ് അങ്കിള് പറയുന്നത്. പക്ഷെ ഇവിടെ കരടിയില്ലല്ലോ എന്ന് എല്ലാവർക്കും ഡൗട്ട്. എല്ലാവരും വീട്ടിൽ സേഫായിരിക്കാം. കുറച്ചു കഴിഞ്ഞ് ബെറ്റിയെ അന്വേഷിക്കാമെന്ന് ഡാഡി തീരുമാനിക്കുകയാണ്. കാരണം ഒരു വന്യജീവി പുറത്തുണ്ട്. മുത്തശ്ശി ഇപ്പോഴും എന്തോ ഒരു ഭയത്തിലാണ്. അങ്ങനെ രാത്രിയായി. ഫാമിലി മെമ്പേഴ്സ് കുറച്ചു പേര് ഉറങ്ങിപ്പോയി. പെട്ടെന്ന് ചിമ്മിനിയിലൂടെ ഒരു കുളത്ത് താഴേക്ക് ഇറങ്ങി വരും. അതിലൊരു ബണ്ണ് പോലത്തെ സംഭവമുണ്ട്. ആ തടിയുള്ള പയ്യൻ ബണ്ണാണെന്ന് വിചാരിച്ച് അതെടുത്ത് കടിക്കും. അപ്പോൾ പെട്ടെന്ന് ശേഷം ആ കുളത്ത്
പയ്യനെ വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോവും. അപ്പോൾ മമ്മി ഓടി ഒന്ന് ചെക്കനെ പിടിക്കും. അപ്പോൾ ചിമ്മിനിയിലൂടെ ഒരു തീയുള്ള വിറക് കഷ്ണം താഴേക്ക് വന്ന് ഗിഫ്റ്റ് ബോക്സിലേക്ക് വീഴും. അങ്ങനെ അവിടെ കത്ത് പിടിക്കും. എല്ലാരും ചേർന്ന് തീ കടത്തും. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയും, ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ്. ശേഷം മുത്തശ്ശി ഒരു കഥ പറയും. മുത്തശ്ശിയുടെ ചെറുപ്പത്തിൽ ഇതുപോലെ ഒരു ക്രിസ്മസ് ദിനം. അന്ന് എല്ലായിടത്തും ദാരിദ്ര്യം, ആരുടെ കയ്യിലും പൈസയുമില്ല, ഭക്ഷണവുമില്ല. പെട്ടെന്നൊരു വണ്ട് വന്ന് എല്ലാവർക്കും ബണ്ണ് കൊടുത്തു. ലാസ്റ്റ് ബണ്ണാണ് മുത്തശ്ശിക്ക് കിട്ടിയത്. ബണ്ണ് കിട്ടാത്ത ആളുകൾ മുത്തശ്ശിയുടെ അടുത്ത് വന്ന് ബണ്ണ് തട്ടിപ്പറിച്ച് മേടിച്ചു. മുത്തശ്ശി വിഷമിച്ച് വീട്ടിൽ വന്നപ്പോൾ വീട്ടിലാണെങ്കിൽ അച്ഛനും അമ്മയും തമ്മിൽ വഴക്ക്. എനിക്ക് ഈ നാട്ടുകാരെയും വേണ്ട, വീട്ടുകാരെയും വേണ്ട എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് സാന്റാക്ലോസിന്റെ പ്രതിമ എടുത്ത് തീയിലേക്ക് ഇട്ടു. ഉറങ്ങാൻ കിടന്നപ്പോൾ അന്തരീക്ഷമെല്ലാം മാറാൻ തുടങ്ങി. അന്ന് എനിക്ക് മനസ്സിലായി സാന്റാക്ലോസ് കൂടാതെ മറ്റൊരാൾ കൂടിയുണ്ടെന്ന്. സാന്റാക്ലോസ് നല്ലതാണെങ്കിൽ ഇതൊരു ഡെവിലാണ്. ചീത്ത ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ വരുന്ന ഡെവിൽ. നാട്ടുകാരെ എല്ലാവരെയും, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും ആ ഒരു ഡെവില് കൊന്നു. ആ ഒരു ഡെവിലിന്റെ പേരാണ് ക്രാമ്പസ്. എന്നെയും കൊല്ലുമെന്ന് വിചാരിച്ചു, പക്ഷെ കൊന്നില്ല. പകരം ഒരു മണി ഫ്രണ്ടിലായി ഇട്ടിട്ട് പോയി. കാരണം ഇതിനെല്ലാം ഒരു സാക്ഷിയെങ്കിലും വേണമായിരുന്നു. മുത്തശ്ശി ആ മണി എടുത്ത് കാണിക്കും. ക്രിസ്മസ് ദിനത്തിൽ ആരെങ്കിലും ചീത്ത ആഗ്രഹം ആഗ്രഹിച്ചാൽ ക്രാമ്പസ് വരുമെന്ന് പറയും. ഇതൊന്നും വിശ്വസിക്കാതെ വീട്ടുകാർ ഡോറിന്റെ വാതിൽ തുറക്കും. നോക്കിയപ്പോൾ ആരോ ഓടിപ്പോകുന്നു. പെട്ടെന്ന് അവർ വീടിന്റെ മുകളിൽ നിന്ന് ഒരു കരച്ചിൽ കേൾക്കും. നോക്കിയപ്പോൾ ഒരു വലിയ പാവ അതിന് ജീവൻ വന്ന് ഇവരെ ആക്രമിക്കാൻ വരുന്നു. ഈ സമയം അങ്കിള് താഴെയുണ്ട്. അങ്കിളിനെ നേരത്തെ കണ്ട ബണ്ണുകൾ അറ്റാക്ക് ചെയ്യുന്നു. മുകളിലും താഴെയും അങ്ങനെ ആക്രമണം. താഴെ അങ്കിള് ഒരു ഗണ്ണെടുത്ത് വിളക്കിലേക്ക് ഷൂട്ട് ചെയ്യും. ബണ്ണിന് തീ പിടിച്ചുവെങ്കിലും അത് അങ്കിളിന് നേരെ വരും. എന്ത് ചെയ്യണമെന്നറിയാതെ കണ്ണടച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അങ്കിളിന്റെ ഡോഗ് വന്ന് ആ ബണ്ണെല്ലാം കഴിച്ചു. മുകളിലുള്ളവർ ഒരു കണക്കിന് താഴെ എത്തി. പെട്ടെന്ന് സീലിംഗ് പൊട്ടി അതെല്ലാം താഴേക്കും വന്നു. ഡൊറോത്തി ആന്റി ഗണ്ണെടുത്ത് എല്ലാത്തിനെയും ഷൂട്ട് ചെയ്യും. പെട്ടെന്ന് ഡോറ് പൊളിച്ച് കുറെ ജീവികൾ വരും. അതെല്ലാം ക്രാമ്പസിന്റെ ടീമാണ്. ഡൊറോത്തി ആന്റിയെ ചങ്ങലയിട്ട് അവർ കൊണ്ടുപോകും. അങ്കിൾ ഓടി വന്ന് പിടിക്കും. അങ്കിളിനെയും കൊണ്ടുപോകും. ബാക്കിയുള്ളവരെല്ലാരും ചേർന്ന് ഫാമിലിയെ മൊത്തം വളയും. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അത് ക്രാമ്പസിന്റെ ശബ്ദമാണ്. എല്ലാരും പുറത്തേക്ക് പോകും. മാക്സിന്റെ അച്ഛൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് കരുതി എല്ലാരെയും വിളിച്ച് പുറത്തേക്ക് പോകും. മുത്തശ്ശി മാത്രം വരാൻ തയ്യാറാവില്ല. പെട്ടെന്ന് വീടിന്റെ ഡോർ അടയും. മുത്തശ്ശി വീടിന്റെ അകത്തായി. ദൂരെ നിന്നൊരു കൊമ്പെല്ലാം ഉള്ള ജീവി പതുക്കെ പതുക്കെ നടന്നു വരും. മുത്തശ്ശിയെ ക്രാമ്പസ് പിടിച്ചു. പിന്നീട് കാണിക്കുന്നത് ഫാമിലി മെമ്പേഴ്സിനെയാണ്. പക്ഷെ ഓരോരുത്തരെയായി ക്രാമ്പസ് പിടിച്ചു. മാക്സിനെ മാത്രം പിടിച്ചില്ല. മുത്തശ്ശിക്ക് മണി കൊടുത്തതുപോലെ മാക്സിന് മാക്സ് എഴുതിയ ലെറ്റർ കൊടുക്കും. ക്രാമ്പസിന്റെ കൂടെ വന്ന ആളുകളെല്ലാം തുള്ളിച്ചാടി തിരിച്ചു പോകുന്നു. മാക്സ് പറയും, എന്റെ ഫാമിലിയെ തിരികെ തരാൻ. എന്നിട്ട് മുത്തശ്ശിക്ക് കൊടുത്ത മണിയെടുത്ത് താഴേക്ക് എറിയും. അവിടെ പിളർന്ന് ക്രാമ്പസിന്റെ ലോകത്തേക്ക് പോകാനുള്ള വഴി തുറന്നു വരും. ക്രാമ്പസിനോട് മാക്സ് പറയും, എന്റെ ഫാമിലിയെ തിരികെ തരാൻ. ക്രാമ്പസ് മാക്സിന്റെ കണ്ണീര് തുടയ്ക്കും. പിന്നെ നോക്കിയപ്പോൾ മാക്സ് സ്വപ്നം കണ്ടെണീക്കുന്നു. ഇതെല്ലാം സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാക്സ് ഫാമിലി മെമ്പേഴ്സിന്റെ അടുത്ത് പോയിരിക്കും. പെട്ടെന്ന് മാക്സിന് ഒരു ഗിഫ്റ്റ് കിട്ടും. തുറന്നു നോക്കിയപ്പോൾ ക്രാമ്പസിന്റെ മണി. പിന്നീട് കാണിക്കുന്നത് ക്രാമ്പസ് ഇവരെ ഒരു ബോളിലാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ബോളുകൾ അവിടെയുണ്ട്. ഫാമിലിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നവർക്ക് അതേ ഫാമിലിയോടൊപ്പം ജീവിക്കുന്നതാണ് ക്രാമ്പസ് നൽകുന്ന ശിക്ഷ. നമ്മളൊരു ചെറിയ സീൻ പറഞ്ഞു അവസാനം ഒരു സിനിമ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു.